ദുരന്തം കൃഷിനാശവും ആൾനാശവുമായി കേരളത്തെ വിടാതെ പിന്തുടർന്നു. ഭൂകമ്പ സാധ്യത കാരണം ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഹിമാലയത്തിലാണ്. രണ്ടാം സ്ഥാനം പശ്ചിമഘട്ടത്തിനാണ്. പക്ഷേ പശ്ചിമഘട്ടത്തിൽ ഭൂകമ്പമില്ലാതെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഏരിയ മുഴുവൻ ഈ സോൺ 1 അല്ലെങ്കിൽ സോൺ 2 വന്നിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇത് അവരെ അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ പരാജയമല്ലേ? ഇതുവരെയുള്ള പഠനങ്ങൾ എവിടെ ഏത് മേഖലയിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. സർ, ഈ ആർജിച്ച വിജ്ഞാനം മുഴുവൻ നമ്മുടെ പേപ്പറുകളിൽ, നമ്മുടെ പഠന റിപ്പോർട്ടുകളിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ അറിവുകളെല്ലാം സാധാരണ മനുഷ്യരിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ശാസ്ത്രജ്ഞരുടെ ഉത്തരവാദിത്തമല്ല ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത്. ഇത് സർക്കാർ മെഷീനറിയുടെ ഉത്തരവാദിത്തമാണ്. യഥാർത്ഥ വസ്തുതകൾ അത് യഥാർത്ഥമായി ജനങ്ങളെ അറിയിക്കുക. അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇത് പറയാതിരിക്കുന്നതിന്റെ കാര്യം, ഇത് പറഞ്ഞാൽ അവരുടെ വികസനം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിന് തടസ്സമുണ്ട്. ഒരു ചെറിയ ഡാമിന്റെ മലങ്കരയുടെയോ അല്ലെങ്കിൽ ഇടമലയാറിന്റെയോ ഷട്ടർ തുറന്നപ്പോൾ നെടുമ്പാശ്ശേരി മുങ്ങിയെങ്കിൽ ഞാൻ പറയുന്നു, ഇടുക്കിയിൽ നിന്ന് വെള്ളം തുറന്നു വിടേണ്ടി വന്നാൽ നെടുമ്പാശ്ശേരി മാത്രമല്ല കേരളത്തിൽ എവിടെയും ഉണ്ടാകും. വികസനവും ദുരന്തവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ നമുക്ക് അകമ്പുറത്തിലേക്ക് കുറച്ചുകൂടി അനുഭവങ്ങൾ ആവശ്യമായി വരികയാണ്. ക്ഷണിക്കുകയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ജോയ്സിനെ. സ്വാഗതം. ശ്രീ ജോയ്സ്, താങ്കൾക്ക് അറിയുമോ കേരളത്തിലെ പല ഭാഗങ്ങളും ഒരുപക്ഷെ ഇന്ത്യയിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണ്? പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും ഇതിന്റെ ഒരു പാരിസ്ഥിതികമായ ലോലാവസ്ഥയെക്കുറിച്ചും ഒക്കെ ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലെ ആ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പരിധി വരെയുള്ള ബോധമാണ്. ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിസ്ഥിതിയെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും മാത്രം സംരക്ഷിക്കുകയും മനുഷ്യന്റെ താല്പര്യങ്ങളും അവന്റെ ഡെവലപ്മെന്റൽ ആസ്പിറേഷൻസിലേക്ക് ഒഴിവാക്കി നിർത്തുക. അതൊരിക്കലും ഒരു 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 ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അവകാശങ്ങൾക്ക് നല്ലൊരു കടന്നുകയറ്റമാണ് എന്നുള്ളൊരു തലത്തിലാണ് അതിനെ. എവിടെ നമുക്ക് താമസിക്കാം, എവിടെ നമുക്ക് കൃഷി ചെയ്യാം, എവിടെ കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ടുള്ളവർ ചെയ്തിരുന്നത്. അല്ല, ഈ അടുത്ത കാലത്ത് 2009 ഒരു വളരെ ആശാവഹമായ ഒരു പഠനം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ അവതരിപ്പിച്ച് വലിയ സെമിനാറൊക്കെ നടത്തി എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവർക്കും അതിന്റെ CD കൊടുത്തു, റിപ്പോർട്ട് കൊടുത്തു, ഭൂപടം ആയിട്ട് കൊടുത്തു. പക്ഷേ ഇപ്പോഴും എന്നോട് ആൾക്കാർക്ക് അതെന്താ അന്നൊരു പഠനം നടത്തി ആ CD ഇങ്ങ് തന്നെ ഞാൻ ഈ കൊടുത്തവർ തന്നെ എന്നോട് ചോദിക്കുന്നത് ഇത് എനിക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. മഴക്കാലത്ത് ഉരുൾ പൊട്ടുമ്പോൾ മാത്രമല്ല ഉരുൾപൊട്ടലിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, ഉരുൾപൊട്ടലിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട മഴ വരുന്നതിന് മുന്നെയാണ്. ഇത്തരം